സോറി ഫോർ എവറിത്തിങ്. ഒരുപാട് നുണകൾ എനിക്ക് തന്നോട് പറയേണ്ടി വന്നു. തൊഴിലിൻ്റെ ഭാഗമെന്ന് കരുതി ക്ഷമിക്കുക. പിന്നെ പറഞ്ഞതിൽ കുറച്ച് സത്യങ്ങളുണ്ട്. ആദ്യത്തെ സത്യം, കല്യാണപ്പുരകളിൽ പാട്ടുപാടി ഉപജീവനം കഴിച്ചിരുന്ന ഒരു ഉപ്പയുടെ മകളുടെയും കഥ. ആ മകൾ തന്നെയാണ് എൻ്റെ ഉമ്മ. ആ ഉമ്മയാണ് സംഗീതത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഫ്യൂഷനും കാർ റേസും ഗാംബ്ലിങ്ങും തട്ടിപ്പും വെട്ടിപ്പും ആൾമാറാട്ടവും ഇതിൻ്റെയൊക്കെ ഗുരു മുസാഫിർ. മുസാഫിർ എന്ന് ഞാൻ തന്നെ. എൻ്റെ വൃത്തികേടുകളുടെയൊക്കെ ഗുരുവും ഞാൻ തന്നെ. നിങ്ങളുടെ പുരാണത്തിലൊരു കഥയില്ലേ, പെരുവിരൽ ഗുരുദക്ഷിണയായി കൊടുത്ത ഒരു ഏകലവ്യൻ? എൻ്റെ പെരുവിരൽ ആരും ചോദിച്ചില്ല, കാരണം എനിക്ക് ഗുരുവില്ല. അനുഭവമാണ് ഗുരു. എനിവേ, സമയം എനിക്കും മാഡത്തിനും വിലപ്പെട്ടതാണ്. പറയൂ, ഇപ്പോഴത്തെ മീറ്റിംഗിന്റെ മോട്ടീവ്? എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശക്തിധരനിൽ നിന്നും എന്നെ രക്ഷിച്ചതായി എനിക്ക് തോന്നി, അല്ലെങ്കിൽ തോന്നലുണ്ടാക്കി. വൈ? ആരെയും ഞാനിതുവരെ കൊലപ്പെടുത്തിയിട്ടില്ല. കൊലപ്പെടുത്തിക്കൊള്ളാമെന്ന് ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. ശക്തിധരനുമായിട്ടുള്ള എൻ്റെ കമ്മിറ്റ്മെന്റ് സ്നേഹം ഭാവിച്ച് നിങ്ങളിൽ നിന്നും ബ്രാൻഡ് നെയിമും ലോഗോയും കൈക്കലാക്കുക. അതിനയാൾ എനിക്ക് പണം തന്നു, ഞാനത് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. പണം മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്റെ സർവ്വ സമ്പാദ്യവും എന്നെയും എന്റെ അച്ഛൻ നിങ്ങൾക്ക് വെച്ച് നീട്ടിയില്ലേ? ഞാനൊരു ഏറനാട്ടുകാരൻ മുസൽമാനാണ് മാഡം. നെറുകേടുകൾക്കും ഞാനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ വിട്ട് കളിക്കില്ല ഒരിക്കലും. നെറുകേട് കാട്ടിയില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്, വൈ നോട്ട് മാഡം. ലോകത്ത് പ്രബലമായൊരു ഫിലോസഫി ഉണ്ട്. അരാജകത്വത്തിൽ നിന്ന് മാത്രമേ ഒരു ക്രിമിനൽ ജനിക്കൂ. ക്രിമിനലുകളുടെ അപ്പോസ്തലനായി പറയല്ല. വിശക്കുന്നവന് വിലക്കപ്പെടുന്നത് ഭക്ഷണമാണെങ്കിൽ ബലം പ്രയോഗിച്ചവനത് സ്വന്തമാക്കും. പിന്നെ നാടോടുമ്പോൾ നമ്മുടെ ഓട്ടം മാത്രം എന്തിന് നടുവിലൂടെ അല്ലാണ്ടാവണം? ഒരുവന്റെ ബാല്യവും കൗമാരവുമല്ലേ മാഡം സ്വഭാവ രൂപീകരണത്തിന്റെ പ്രായം. അതെന്നെ ഇവിടെ എത്തിച്ചു. ആരെ ബ്ലെയിം ചെയ്യും? എന്നെയോ അതോ എന്നെ തെരുവിലാക്കിയവരെ? ഓക്കെ, നമുക്ക് മാറ്ററിലേക്ക് കിടക്കാം. നിങ്ങളെൻ്റെ ബയോഡേറ്റ വായിച്ചില്ലേ? 3 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഫ്യൂച്ചറിനെ പറ്റി ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇവിടെ ലണ്ടനിലെ കാസിനോകളിൽ അന്തിയുറങ്ങി കഴിഞ്ഞിരുന്ന കാലം 3 മാസങ്ങൾക്ക് മുമ്പ്. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ.